ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൂപ്പർ ടേസ്റ്റിയും ക്രീമി ആയിട്ടുള്ള എക്സ്റ്റ്യൂ ആണ്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ബ്രെഡ് അങ്ങനെ എന്തിനോടും പെർഫെക്റ്റ് കോംബോ ആണ്. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു കുക്കറിൽ ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും ഞാൻ ക്യൂബ് സൈസിന് കട്ട് ചെയ്തത് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്റ്റൂ വെക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് സവാള, ഒരു വലിയ സവാള എടുത്തിട്ടുള്ളത്, അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു അര സ്പൂൺ ഉപ്പ്, പിന്നെ ഒരു സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണേ. കളറൊന്നും മാറണ്ട, ഒരു ജസ്റ്റ് ഒന്ന് ചെറിയൊരു ആ സവാളയുടെ കളറൊന്ന് ലൈറ്റായിട്ടൊന്ന് മാറിയാൽ മതി. അതിലേക്ക് ഒരു സ്റ്റാർ അനീസ്, ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട, പിന്നെ 2 ഏലക്ക ചതച്ചത്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗ്രാമ്പു ഞാൻ ഇവിടെ 4 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുനുകുന അരിഞ്ഞ ഇഞ്ചി. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണേ. അതിൻ്റെ മുകളിലായിട്ട് 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വിസിലടുപ്പിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം ഒന്നും ഉടയ്ക്കേണ്ട, 2-3 കഷ്ണം ഒന്ന് ഉടച്ച് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ കറി നല്ല കുറുകി കിട്ടും. അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2ാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ഇളക്കി നല്ല കുറുക്കി എടുക്കണം. തിക്കായിട്ടുള്ള ഗ്രേവി ആക്കി എടുക്കണം. തിക്കായ ഗ്രേവി ആയതിനു ശേഷം അതിൻ്റെ ഈ ഒരു പരുവ് എത്തുമ്പോഴത്തേന് ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ 5 കാഷ്യൂവും കൂടെ ചേർത്ത് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ നല്ല ഒരു ഇതാവും, ഗ്രേവി ആവും. ഇത് ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. പിന്നെ അതങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഒരുപാട് തീ തിളക്കിയൊന്നും വേണ്ട. എന്നിട്ട് ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നെടുകെ കീറിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് അങ്ങനെ അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. ഇളക്കുമ്പോഴത്തേന് അത് മുട്ട പൊടിഞ്ഞൊന്നും പോകരുത്, ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ മാത്രം മതി. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് അങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് തുറക്കുമ്പോഴുള്ള മണം സൂപ്പർ മണവും സൂപ്പർ ടേസ്റ്റും ഇതാണ്. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള എക്സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണേ. ഇനി ഇതുപോലെ ആയിട്ടുള്ള കിടിലം റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.